മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുന്നു. വർഷം 2025 എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആയുരാരോഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മകയിരം 3, 4 പാദങ്ങൾ, തിരുവാതിര, പുണർതം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 ഗുരുവിൻ്റെ രാശിമാറ്റം ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഗുരു 2025 മെയ് 14 നിങ്ങളുടെ രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. സാധാരണ ഗുരു ഒരു രാശിയിൽ ഒരു വർഷത്തോളം നിൽക്കുന്നതാണ്. പക്ഷേ 2025 ഗുരു 1 പകരം 3 പ്രാവശ്യം രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് ഗുരു മിഥുനത്തിൽ പ്രവേശിക്കുമ്പോൾ ഗുരുവിൻ്റെ സ്പീഡ് ഏകദേശം 2.5 മടങ്ങ് വർദ്ധിക്കുന്നതും വെറും 5 മാസം കൊണ്ട് മിഥുനം രാശി തരണം ചെയ്ത് 2025 ഒക്ടോബർ 18 കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഇതിൽ നിന്നും ഗുരുവിൻ്റെ വേഗത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ പ്രവണതയെ അതിചാരി എന്നും ജ്യോതിഷത്തിൽ പറയാറുണ്ട്. അതായത് അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കർക്കിടകം രാശിയിൽ ഗുരു 2025 നവംബർ 11 വക്രഗതിയിലാകുന്നതും അങ്ങനെ വക്രഗതിയിൽ സഞ്ചരിച്ച് ഡിസംബർ 5 തിരിച്ച് മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഇപ്രകാരം സാധാരണ ഒരു വർഷം ഒരു പ്രാവശ്യം രാശി മാറുന്ന ഗുരു 2025 3 പ്രാവശ്യം രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. അതായത് ആദ്യം ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്കും, പിന്നീട് മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്കും, അതിനുശേഷം വക്രഗതിയിലായി തിരിച്ച് മിഥുനത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. ഗുരുവിൻ്റെ ഈ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും മിഥുനം രാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ഗുരു നിങ്ങളുടെ 7ഉം 10ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. ഈ സമയത്ത് ചിലവുകളിൽ വർധനവുണ്ടാകുന്നതായിരിക്കും. വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. കോർട്ട് കേസുകളും മറ്റും ഉണ്ടെങ്കിൽ അതിൻ്റെ തീരുമാനങ്ങൾ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. മെയ് 14 ഗുരു നിങ്ങളുടെ 1ാം ഭാവമായ മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതോടെ ഗുരുവിൻ്റെ സ്പീഡും വർദ്ധിക്കുന്നതായിരിക്കും. ഒക്ടോബർ 18 വരെ ഈ സ്ഥിതിയായിരിക്കും. ഈ 5 മാസം വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ സമയത്ത് ഗുരുവിൻ്റെ 5ാം ദൃഷ്ടി 5ാം ഭാവത്തിലും, 7ാം ദൃഷ്ടി 7ാം ഭാവത്തിലും, 9ാം ദൃഷ്ടി 9ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ച് ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതായിരിക്കും. ഉദാഹരണത്തിന് 5ൽ ദൃഷ്ടി പതിക്കുന്നത് ലവ് റിലേഷനിലുള്ളവർക്ക് ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കും. ചില സമയം ഇതിൻ്റെ നെഗറ്റീവ് ഫലങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. അതുപോലെ അധികം ആലോചിക്കാതെ ഷെയർ മാർക്കറ്റിലും മറ്റും നിക്ഷേപങ്ങൾ ചെയ്യുന്നതും നഷ്ടങ്ങൾ വരാനിടയാക്കും. അതുപോലെ വിദ്യാർത്ഥികൾ ഓവർ കോൺഫിഡൻസായി പ്രവർത്തിക്കുന്നതും അത് ചില സമയത്ത് ചിലർക്ക് നെഗറ്റീവ് ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതുമായിരിക്കും. 7ാം ഭാവത്തിൽ ദൃഷ്ടി പതിക്കുന്നത് ബിസിനസ്സിലും മറ്റും പാർട്ട്ണർഷിപ്പ് അധികം ആലോചിക്കാതെയും ധൃതി പിടിച്ചും മറ്റും ചെയ്യുന്നതും ചില സമയത്ത് പ്രതികൂല ഫലങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി പതിക്കുന്നതും അതിൽ ചില സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടി എപ്പോഴും ശുഭഫലങ്ങളാണ് നൽകുന്നത്. പക്ഷേ ഈ 5 മാസം ഗുരു 2.5 മടങ്ങ് സ്പീഡിൽ സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തണം. ധൃതി പിടിച്ചും ആലോചിക്കാതെയും ഒരു കാര്യവും ചെയ്യാൻ പാടില്ല.
എല്ലാം നന്നായി ആലോചിച്ച് സാവകാശം വരും വരായികകൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുടെ ശുഭങ്ങൾ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ വേണം തീരുമാനിക്കുവാൻ. ഒക്ടോബർ 18-ാം തീയതി ഗുരു നിങ്ങളുടെ ധനസ്ഥാനമായ 2-ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും. ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കും. ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, കർക്കടകത്തിൽ പ്രവേശിച്ച് 1 മാസത്തിനുള്ളിൽ ഗുരു വക്രഗതിയിലാകുന്നതായിരിക്കും. ഈ സമയത്ത് ഗുരുവിൻ്റെ സ്പീഡ് നോർമൽ അവസ്ഥയിൽ നിന്നും അല്പം കുറയുന്നതുമായിരിക്കും. ഫലങ്ങൾ ലഭിക്കുവാനും അല്പം സമയം കൂടുതൽ എടുക്കുന്നതുമായിരിക്കും. പൊതുവെ പറയുകയാണെങ്കിൽ മെയ് 14-ാം തീയതി വരെ ഗുരുവിൻ്റെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. പിന്നീടുള്ള 5 മാസം പ്രത്യേകം ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. വർഷത്തിൻ്റെ അവസാന സമയവും നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഇതാണ് വർഷം 2025 ഗുരുവിൻ്റെ രാശിമാറ്റവും സഞ്ചാരമാറ്റവും മറ്റും മിഥുനം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.